ഹായ് ഓൾ. 2 മിനിറ്റ് കൊണ്ട് ബിസിനസ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചാലോ? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എക്സ്പെൻസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്, അതായത് ബിസിനസിന്റെ അല്ലാത്തതായിട്ടുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക. അതിനുശേഷം ബിസിനസ് റിലേറ്റഡ് അല്ലാത്തതായിട്ടുള്ള ഇൻകം ലെസ് ചെയ്യുക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആണ് തന്നിരിക്കുന്നത്. സാലറീസ്, ഓഫീസ് റെന്റ്, ഓഡിറ്റ് ഫീസ്, ബാഡ് ഡെറ്റ്, പേഴ്സണൽ എക്സ്പെൻസ്, ഫയർ ഇൻഷുറൻസ്. അതേപോലെ ക്രെഡിറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഇൻകം സൈഡ്, ഗ്രോസ് പ്രോഫിറ്റ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇതിൽ നമുക്ക് എക്സ്പെൻസ് സൈഡ് ഒന്ന് നോക്കാം. സാലറീസ്, ഓഫീസ് റെന്റ്, ഓഡിറ്റ് ഫീസ്, ബാഡ് ഡെറ്റ്, ഇത്രയും ഐറ്റംസ് ബിസിനസ് എക്സ്പെൻസ് ആണ്. പേഴ്സണൽ എക്സ്പെൻസും ഫയർ ഇൻഷുറൻസ്, ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവ രണ്ടും ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ പേഴ്സണൽ എക്സ്പെൻസും ഫയർ ഇൻഷുറൻസ്, ഹൗസ് പ്രോപ്പർട്ടി എന്ന് തന്നതുകൊണ്ട് ആഡ് ചെയ്യുക. അതേപോലെ ഇൻകം സൈഡിൽ ഡിവിഡൻഡും ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസും ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യുക. ഇനി ഇതിന്റെ സൊല്യൂഷൻ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നു 20,000. ആഡ് എക്സ്പെൻസ് ഡിസലൗഡ്, ദാറ്റ് ഈസ് പേഴ്സണൽ എക്സ്പെൻസ് ആൻഡ് ഫയർ ഇൻഷുറൻസ്, 27,000 ആണ് ലഭിക്കുന്നത്. അതിൽ നിന്ന് ഇൻകം നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് ഡിഡക്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. 27,000 നിന്ന് 10,000 ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ 70,000 ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് ലഭിക്കും.